എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് ഷോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോ കേണൽ സോഫിയ ഖുറേഷിയെക്കുറിച്ചാണ്. എനിക്ക് ഈയിടയ്ക്ക് വാർത്തകളിൽ കൂടെ കാണാൻ സാധിച്ചതാണ്. ഒരു പട്ടാള വേഷവും ധരിച്ച് ധീരതയോടെ പടയെ നയിക്കാൻ ചങ്കൂറ്റം കാണിച്ച ഒരു ധീര വനിതയാണ് കേണൽ സോഫിയ ഖുറേഷി എന്ന വാസ്തവം മറന്നുപോയ ചില പുഴിക്കുത്തുകൾ പാർട്ടികളിൽ നിന്ന് യാതൊരുവിധ മാന്യതയുമില്ലാതെ എന്തൊക്കെയോ വിടുവായിത്തരം പറയുന്ന ഒരു നേതാവ് ഏതാണ്ട് 8 തവണ MLA എന്നാണ് കേൾക്കുന്നത്. പക്ഷേ ഇദ്ദേഹം എങ്ങനെ 8 തവണ നേതാവായി? അതും ശരിക്കൊന്ന് അന്വേഷിക്കേണ്ട കാര്യമാണ്. ഒരാളെ അധിക്ഷേപിക്കുമ്പോൾ അവരുടെ പൊസിഷൻ, അവരെന്താണ്, അവർ രാജ്യത്തിന് വേണ്ടി അവരെന്ത് ചെയ്യുന്നു, ഇത് അന്വേഷിക്കേണ്ടതാണ്. അവിടെ മതമല്ല, ജാതിയല്ല, വിദ്യാഭ്യാസമല്ല നോക്കേണ്ടത്. അത് വിവരമുള്ളവർക്കേ അത് നോക്കാൻ സാധിക്കൂ. ഇങ്ങനെയുള്ള കുറേ പുഴിക്കുത്തുകൾ എല്ലാ പാർട്ടികളിലുണ്ട്. അത് BJPയിലായിരുന്നാലും കോൺഗ്രസ്സിലായിരുന്നാലും മറ്റ് ഇതര പാർട്ടികളായിരുന്നാലും ഇങ്ങനെയുള്ള ഒത്തിരി പുഴിക്കുത്തുകളുണ്ട്. യഥാർത്ഥത്തിൽ ഇവരാണ് ഈ പാർട്ടിയെ ടാർണിഷ് ചെയ്യുന്നത്, ആൾക്കാരെ ഡീമോറലൈസ് ചെയ്യുന്നത്. ഇവനെയൊക്കെ ഏത് പാർട്ടിയിൽ വെച്ചിരുന്നാലും ആ പാർട്ടി നശിക്കത്തേ ഉള്ളൂ. അതുകൊണ്ട് ഇവർക്ക് എതിരായിട്ടുള്ള കർശനമായ നിലപാടുകൾ പാർട്ടി എടുത്തിരിക്കണം. പാകിസ്ഥാനുമായി യുദ്ധം ചെയ്തു, ഒക്കെ ശരി തന്നെ, അതിന് വിജയം കൊയ്തു. ഇതിൽ ഈ വിജയം കൊയ്യുമ്പോൾ ഭരിക്കുന്ന പാർട്ടി എപ്പോഴും അവരുടെ വിജയം എന്ന് പറഞ്ഞ് ഘോഷിക്കാറുണ്ട്. അതേത് പാർട്ടി ആയിരുന്നാലും, അത് BJP ആയിരുന്നാലും കോൺഗ്രസ്സായാലും അത് തന്നെ ചെയ്യത്തുള്ളൂ. ഇനി അവർ BJPക്കാരെന്തെങ്കിലും തോന്നിയാസത്തരം വിളിച്ച് പറയുമ്പോൾ അതിന് എതിരായിട്ട് അതിന് പ്രതിഷേധ സ്വരത്തിൽ സ്വാഭാവികമായും മറ്റുള്ള പാർട്ടിക്കാർ പ്രതിഷേധിക്കും. അതിലാരെയും തെറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാൽ ഇവിടെ സോഫിയ ഖുറേഷിക്ക് എതിരായിട്ട് നടത്തിയത് ഒട്ടും അത് നിസ്സാരമായി കാണേണ്ട ഒന്നല്ല, വളരെ സീരിയസ് ആയിട്ട് കണ്ട ഒരു അഫക്ഷനെ. ശരിക്കും പറഞ്ഞാൽ ഇദ്ദേഹം യഥാർത്ഥത്തിൽ പാകിസ്ഥാൻകാരനെ പോലെയാണ് ഇങ്ങനെ പ്രസംഗിച്ചത്. ശരിക്ക് ഇയാളുടെ പേര് ഹിന്ദു ആണെങ്കിലും ഇയാളുടെ വിചാരം ഇതെല്ലാം ഒരു പാകിസ്ഥാൻ്റെ രീതിയിലാണ് അയാളുടെ സംസാര ഭാഷയെല്ലാം ഉണ്ടായത്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ പാർട്ടിയിലുള്ളവർ ഇദ്ദേഹത്തിന് താക്കീത് കൊടുക്കുക. ഇങ്ങനെയുള്ളവരെ കൂടുതൽ നമ്മൾ പുറത്ത് നിർത്താനും പാടില്ലാതെ നീതിപീഠം ഇടപെട്ട് ഇവരെയൊക്കെ തുറുങ്കിലടയ്ക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ്. MLA എന്ന് പറഞ്ഞാൽ എന്ത് വിടുവായിത്തരം വിളിച്ച് പറയാം, എന്ത് വായിത്വമെന്ന് വിളിച്ച് പറയാം, അത് തെറ്റാണ്. പ്രത്യേകിച്ച് അതൊരു നാരിശക്തിയാണ്, ഒരു സ്ത്രീ ശക്തിയാണ്. അവർ ആ ലെവൽ ഒരു കേണൽ പദവി വരെ എത്തുകയെന്ന് വെച്ചാൽ അവർക്ക് വെറുതെ കിട്ടിയതല്ല. അവരെ കഷ്ടപ്പെട്ട് വിയർപ്പൊഴുക്കി അവരുടെ തൻ്റെയും അവരുടെ പരിശ്രമവും കൊണ്ട് നേടിയെടുത്തതാണ്. അതിനെ നിസ്സാരമായി കാണരുത്. അത് വളരെ തെറ്റായിട്ടുള്ളൊരു പ്രവണതയാണ്. വളരെ ദുഃഖം തോന്നുന്നു. ദയവ് ചെയ്ത് ഇവിടെ നമുക്ക് ഒരു ജാതിയും ഒരു മതവും നാം ഇവിടെ കാണുന്നില്ല. പ്രത്യേകിച്ച് സേനയിലുള്ളവർക്ക് ഇതൊന്നുമില്ല. അവർ രാജ്യത്തിന് വേണ്ടി പൊരുതുന്നവരാണ്. അവരെ മറ്റൊരു രീതിയിൽ ആരെങ്കിലും ഇത് കഴിഞ്ഞാൽ ശരിക്ക്
പട്ടാള കോടതിയാണ് അവരെ ശിക്ഷിക്കേണ്ടത്. മേലാൽ ഇങ്ങനെയുള്ള വിടിവായി തരം ഉണ്ടാകാതിരിക്കാൻ ശ്രമിക്കട്ടെ. ഇതിൽ അമർഷമുണ്ട്. രാജ്യം മൊത്തത്തിലുള്ളവർക്ക് ഇതിൻ്റെ അമർഷം രേഖപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് അടുത്ത തവണ ഇയാൾ MLA ആക്കുന്നത് സൂക്ഷിച്ച് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ്. അദ്ദേഹം ഇവർക്ക് വേണ്ടി വോട്ട് ചെയ്തവർ ഇയാൾക്ക് വേണ്ടി വിവരം പറഞ്ഞു കൊടുക്കുക. കാര്യം വിവരം കെട്ട രീതിയിലാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് എനിക്കിതിന് വേറെ വാക്കുകൾ, ഇതിനെ അധിക്ഷേപിക്കുന്ന വാക്കുകൾ, കാരണം ഇവനൊക്കെ ഒന്നും അതിന് അർഹതയുള്ള പൊസിഷനിലല്ല ഇരിക്കുന്നത്. എവിടെയോ കയറിപ്പറ്റി എന്തോ വല്ല ഗുണ്ടായിസനം വല്ല കാണിച്ചൊക്കെ പറ്റിയതായിരിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കാൻ തോന്നുന്നത്. കാരണം രാജ്യസ്നേഹം ഇവനിൽ ഒന്നുമില്ല. ഇവൻ രാജ്യസ്നേഹിയല്ല, രാജ്യദ്രോഹിയാണ്. ഏതെങ്കിലും ഒരു പാർട്ടിയിൽ നിന്നാൽ ആ പാർട്ടി ഇന്ത്യ ഭരിക്കുന്നു എന്ന് കരുതി എന്ത് കോപ്രായത്തോടും വിളിച്ച് പറയുന്നത് തെറ്റാണ്. മേലാൽ അത് ഉണ്ടാകാൻ പാടില്ല. ഇത് ഞാനൊരു ഇന്ത്യക്കാരനുള്ള സ്ഥാനത്ത് നിന്നുകൊണ്ട് പറയുന്നത്. പ്രത്യേകിച്ച് ഞാനൊരു പട്ടാളക്കാരൻ കൂടിയാണ്. ഐ എം എ എക്സ് സർവീസ് മാൻ. മേലാൽ ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ, വീണ വാക്കുകൾ തന്നിൽ നിന്ന് ഇനി ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് BJPക്കാർ ആ കഥാപാത്രത്തെ വിളിച്ച് ശരിക്കൊന്നൊരു വാർണിംഗ് കൊടുക്കുക. എനിക്ക് കൂടുതൽ പ്രതികരിക്കണമെന്നുണ്ട്, പക്ഷേ ഞാനതിന് മുതിരുന്നില്ല. രാജ്യം വളരെ ബുദ്ധിമുട്ടി ജസ്റ്റ് നമ്മളെടുത്ത ഈ നാളുകളിലുണ്ടായ ആ വിജയത്തെ, ഇങ്ങനെയുള്ള അലവലാദികൾ ആ വിജയത്തിൻ്റെ ശോഭ കെടുത്താതിരിക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടത് പാർട്ടിക്കാരാണ്. ഇത്രയും എനിക്ക് പറയാനുള്ളൂ. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. ഞാൻ GK തുമ്പക്കാരൻ.